പരിയാരം പഞ്ചായത്തിലെ പനങ്ങാട്ടൂരിൽ പ്രവർത്തനം നിലച്ച ചെങ്കൽക്വാറിയിൽ അനധികൃതമായ വൻതോതിൽ മാലിന്യം തള്ളിയതിനെതിരെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ നടപടി. ക്വാറി ഉടമയ്ക്ക് 10,000 രൂപ പിഴ ചുമത്തുകയും ക്വാറിയിൽ നിക്ഷേപിച്ച മാലിന്യങ്ങൾ അടിയന്തരമായി നീക്കം ചെയ്യാനും നിർദ്ദേശം നൽകി. ഇവിടെ മാലിന്യം തള്ളുന്നതുമായി ബന്ധപ്പെട്ട് കണ്ണൂർ വിഷൻ കഴിഞ്ഞ ദിവസം വാർത്ത നൽകിയിരുന്നു. പഞ്ചായത്തും മറ്റ് 2 പേർക്ക് 20,000 രൂപ വീതം പിഴ ചുമത്തിയിരുന്നു. പരിയാരം പഞ്ചായത്ത് 5-ാം വാർഡിലെ പനങ്ങാട്ടൂർ പ്രദേശത്തുള്ള പ്രവർത്തനം നിലച്ച ചെങ്കൽ ക്വാറിയിലാണ് വൻതോതിൽ മാലിന്യം തള്ളിയത്. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ചാക്കുകണക്കിനാണ് ഇവിടെ കുന്നുകൂടിയിട്ടുള്ളത്. മാലിന്യം തള്ളാനെത്തിയ വാഹനവും നാട്ടുകാർ കഴിഞ്ഞ ദിവസം തടഞ്ഞിരുന്നു. മാലിന്യവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ വിഷൻ വാർത്തയും നൽകിയിരുന്നു. തുടർന്നാണ് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പ്രദേശത്ത് പരിശോധന നടത്തിയത്. തളിപ്പറമ്പ് പരിയാരം മേഖലകളിൽ നിന്നുള്ള നിർമ്മാണാവശിഷ്ടങ്ങൾ എന്ന വ്യാജേന പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള ജൈവ അജൈവ മാലിന്യങ്ങൾ യാതൊരു അനുമതിയുമില്ലാതെ ഇവിടെ കൊണ്ടുവന്ന് ക്വാറി മൂടാനായി ഉപയോഗിച്ചു വരുന്നതായി അന്വേഷണത്തിൽ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന് വ്യക്തമായി. സംഭവത്തിൽ ക്വാറി ഉടമ സി ഫൈസാന 10,000 രൂപ പിഴ ചുമത്തുകയും ക്വാറിയിൽ തള്ളിയ മാലിന്യങ്ങൾ അടിയന്തരമായി നീക്കം ചെയ്യാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു. ഇവിടെ മാലിന്യം തള്ളിയ സംഭവത്തിൽ പരിയാരം പഞ്ചായത്ത് മറ്റ് 2 പേർക്കെതിരെ 20,000 രൂപ പിഴ ചുമത്തിയിരുന്നു. അംഗീകാരമില്ലാതെ മാലിന്യം സ്വീകരിക്കുന്നവർക്കും കൈമാറുന്ന സ്ഥാപനങ്ങൾക്കുമെതിരെ നടപടി സ്വീകരിക്കാൻ വരും ദിവസങ്ങളിലും പരിശോധന കർശനമാക്കുമെന്ന് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ PP അഷ്റഫ് അറിയിച്ചു. പരിശോധനയിൽ ടീം അംഗങ്ങളായ M ജിഷ്ണുരാജ്, CK ദീപിൽ, പരിയാരം പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി KV മിനി, ഹെൽത്ത് ഇൻസ്പെക്ടർ MV അഞ്ജലി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.